ഇന്നലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നു. ന്യൂഡൽഹിയിലുള്ള നമ്മുടെ ഇറാന്റെ എംബസി ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ X.comനകത്ത് പങ്കുവച്ചിട്ടുണ്ട്. അതാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിനകത്ത് ഈ ഒരു വിജയത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായിട്ടുള്ള വിജയത്തിൽ ഇന്ത്യക്കാർക്ക് നന്ദി പറയുകയാണ് ഇവിടെ ഇറാൻ എംബസി ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഈ പോസ്റ്റിന്റെ അവസാനം ജയ് ഇറാൻ ജയ് ഹിന്ദ് എന്നുകൂടി അവർ എഴുതിയിട്ടുണ്ട്. അത് തികച്ചും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു രീതിയല്ല. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇവിടെ ഇറാന്റെ എംബസി പറയുന്നത് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെയും അമേരിക്കയുടെയും സൈനിക ആക്രമണത്തിനെതിരെ ഇറാൻ രാഷ്ട്രം നേടിയ വിജയത്തിന്റെ വേളയിൽ ന്യൂഡൽഹിയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എംബസി ഇന്ത്യയിലെ എല്ലാ മാന്യരും സ്വാതന്ത്ര്യ സ്നേഹികളുമായ ജനങ്ങൾക്ക്, ബഹുമാനപ്പെട്ട പൗരന്മാർ, രാഷ്ട്രീയ പാർട്ടികൾ, ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ, സർക്കാരിതര സംഘടനകൾ, മത ആത്മീയ നേതാക്കൾ, സർവകലാശാല പ്രൊഫസർമാർ, മാധ്യമ അംഗങ്ങൾ, സാമൂഹിക പ്രവർത്തകർ, സമീപകാലത്തും വിവിധ രൂപങ്ങളിലും ഇറാൻ എന്ന മഹത്തായ രാഷ്ട്രത്തോടൊപ്പം ഉറച്ചു നിന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഇപ്രകാരമാണ് ആ ഒരു പോസ്റ്റ് പോകുന്നത്. അതായത് ഇറാൻ ഈ ഒരു ആക്രമണം നേരിട്ട സമയത്ത് ഓരോ വേദികളിൽ, അത് പബ്ലിക് സ്റ്റേറ്റ്മെന്റുകളിലായും സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റ് എല്ലാ തരത്തിലും ഇറാനെ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി അറിയിക്കുകയാണ്, ഇന്ത്യക്കാർക്ക് നന്ദി അറിയിക്കുകയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് മുഴുവനായിട്ട് നമ്മളത് കുറേ ഉണ്ടത്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ എത്തുമ്പോൾ ജയ് ഇറാൻ ജയ് ഹിന്ദ് എന്ന ഒരു വാചകം കൂടി നമുക്ക് അവിടെ കാണാം. സാധാരണ ഇറാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പലപ്പോഴും ഇസ്രായേൽ എംബസിയൊക്കെ ഇത്തരത്തിലുള്ള ഇന്ത്യക്കാരോടുള്ള അടുപ്പം സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇറാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. മാത്രമല്ല, പാകിസ്ഥാനിലുള്ള ഇസ്ലാമാബാദിലെ ഇറാൻ എംബസി ഇതുപോലൊരു നന്ദി പ്രകടനവും സ്റ്റേറ്റ്മെന്റും ഒന്നും നടത്തിയിട്ടുമില്ല എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഫോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ പറഞ്ഞത്. ഇവിടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ അവരുടെ എംബസി ഇന്ത്യക്കാരുമായിട്ട് ഡീപ്പായിട്ടുള്ള ഒരു അടുപ്പം നിലനിർത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇസ്രായേൽ ഇറാൻ വിഷയത്തിലുള്ള ഒരു നിലപാട് സമ്മിശ്രമായിരുന്നു. അതായത് നമ്മളൊരു മെജോറിറ്റി നോക്കിയാൽ മെജോറിറ്റി സപ്പോർട്ട് ചെയ്തത് ശരിക്കും ഇസ്രായേലിനെയാണ്. അത് ഇന്ത്യ ഇസ്രായേൽ റിലേഷൻ അത്രത്തോളം സ്ട്രോങ് ആണ് എന്നതുകൊണ്ടാണ്. എന്നാൽ ഇറാൻ ഇന്ത്യ ബന്ധത്തെക്കുറിച്ച് അറിയാവുന്നവര് കുറെ ആളുകൾ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ നിഷ്പക്ഷമായിട്ട് രണ്ടു കൂട്ടരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇറാനെ സപ്പോർട്ട് ചെയ്തതിൽ NDA വോട്ടേഴ്സിൽ 11% പേരുണ്ട് എന്ന് ഇന്നലെ ഒരു സർവേയിൽ പറയുന്നുണ്ട്. അതേസമയത്ത് 50% പേര് ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്തത്. ഏതാണ്ട് 22-23% പേര് രണ്ടു കൂട്ടർക്കും ഒപ്പം നിൽക്കാനില്ല, പെട്ടെന്ന് പ്രശ്നം അവസാനിപ്പിച്ച് ഇത് രമ്യതയിൽ എത്തണം, രണ്ടു കൂട്ടരും നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് കരുതിയവരാണ് ഈ NDA വോട്ടേഴ്സിൽ. അതേ സമയത്ത് തന്നെ ഒരു 10-15% പേര് ഇതിലൊരു അഭിപ്രായം ഇല്ലാത്തവരുമാണ്, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് കരുതുന്നവരാണ്. രാജ്യത്ത് മൊത്തത്തിൽ നടന്ന വളരെ കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് സാമ്പിൾ കളക്ഷൻ എടുത്തിട്ടുള്ള ഒരു അഭിപ്രായ സർവേകളാണ്. സർവേകളിൽ ഓപ്പോസിഷൻ പാർട്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഈ ഇറാനെയാണ്. എന്നാൽ അതിൽ തന്നെ വലിയൊരു ശതമാനം പേര് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭരണകക്ഷിയായിട്ടുള്ള പാർട്ടിയിൽ കുറേ അധികം കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെയാണ്. പക്ഷെ അവർക്കിടയിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇത് ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്കിടയിൽ, അത് BJP എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഇല്ല, ഇന്ത്യക്കാർക്കിടയിൽ സമ്മിശ്രമായ അഭിപ്രായങ്ങളായിരുന്നു. കുറെ പേർക്ക് ഇസ്രായേലിന് ചെയ്യുന്നതിനാണ് ശരിയെന്ന് തോന്നി, കുറെ പേർക്ക് ഇറാനാണ് ശരിയെന്ന് തോന്നി, കുറെ പേര് രണ്ടു കൂട്ടരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, പ്രശ്നം വേണ്ട എന്ന് തോന്നി, പെട്ടെന്ന് തീർന്നാൽ മതി എന്ന് തോന്നി കുറെ പേർക്ക്. എന്നാൽ കുറെ പേരോ ഇത് അവരുടെ പ്രശ്നമല്ലേ നമുക്ക് എന്തെന്ന് കരുതിയവരുമുണ്ട്. അപ്പൊ ഇതാണ് ഇന്ത്യക്കാരുടെ പ്രതികരണം. പക്ഷെ ഇവിടെ ഇസ്രായേലും ഇറാനും ഒക്കെ ഇന്ത്യക്കാരുടെ സപ്പോർട്ട് കൂടെ നിർത്താനായിട്ട് വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇന്നത്തെ സൈബർ യുദ്ധ കാലഘട്ടത്തിൽ സൈബർ ഇടങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന കാലത്ത് ഇന്ത്യക്കാരുടെ സപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. 145 കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഒരു 5 കോടി ആൾക്കാരെ കൂടെ നിർത്താൻ പറ്റിയാൽ പോലും അത് എന്തുമാത്രം ഒരു നേട്ടമാണെന്ന് ഈ രാജ്യങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇന്ത്യക്കാരെ കൂടെ നിർത്താൻ പരമാവധി ശ്രമിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് പക്ഷപാതപരമായി പെരുമാറിയില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ നമ്മുടെ സുഹൃത്താണെങ്കിലും നമ്മളുമായിട്ട് ഡിഫൻസ് ഡീലുകൾ ഉണ്ടെങ്കിലും ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നമ്മൾ ഒരു തരത്തിലും ഇസ്രായേലിനെ സഹായിക്കാൻ പോയില്ല. ഇറാനും നമ്മുടെ സുഹൃത്താണ്, നമ്മൾ ഇറാനെയും സഹായിക്കാൻ പോയില്ല. ഈ നെതന്യാഹുവുമായിട്ടും നരേന്ദ്രമോദി സംസാരിച്ചു, ഇറാന്റെ പ്രസിഡന്റുമായിട്ടും സംസാരിച്ചു. രണ്ടു കൂട്ടരോടും നരേന്ദ്രമോദി യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെയായിരിക്കും ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇടപെട്ടിട്ടുമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ പക്ഷപാതമില്ലാതെയാണ് പെരുമാറിയത്. അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇറാൻ എംബസി വളരെ വിചിത്രമായ ഒരു വാചകത്തിൽ ഈ ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നത്, ജയ് ഇറാൻ ജയ് ഹിന്ദ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യക്കാരുമായിട്ട് കൂടുതൽ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ
ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുകൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും യുദ്ധം അവസാനിച്ചു എന്നത് ഈ ഘട്ടത്തിൽ ശരിയാണെങ്കിലും യുദ്ധം വീണ്ടും എപ്പോൾ വേണമെങ്കിലും തുടരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ബൈ.